നമസ്കാരം. നമ്മളിന്ന് രാഷ്ട്രീയത്തെ കാണുന്നത് ഒരു അധികാര വടംവലിയായിട്ടല്ല, മറിച്ച് ജനങ്ങൾക്ക് നല്ല ഭരണം കൊടുക്കാനുള്ളൊരു എഞ്ചിനീയറിംഗ് പ്രശ്നമായിട്ടാണ്. നമ്മളിന്ന് മണ്ണാർക്കാട് എന്ന മണ്ഡലത്തെ മനസ്സിലാക്കാൻ പോവാണ്. പത്രവാർത്ത വെച്ചോ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടോ അല്ല, പകരം കണക്കുകൾ വെച്ച്, ഡേറ്റ വെച്ച്. വരൂ, മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് നമുക്കൊന്നിറങ്ങിച്ചെല്ലാം. നമ്മുടെ യാത്ര നേരെ കേരളത്തിന്റെ ഹൃദയത്തിലേക്കാണ്, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക്. ഇവിടത്തെ മണ്ണിന്റെ മണം, മനുഷ്യരുടെ മനസ്സ്, ഇതൊക്കെയൊന്ന് അടുത്തറിയണം. അവരുടെ ശരിക്കുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ആരാണോ അവരെ സേവിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അവർക്കൊരു വഴികാട്ടിയായി മാറണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓർക്കുക, ഇതേതെങ്കിലും സ്ഥാനാർത്ഥിയെക്കുറിച്ചോ പാർട്ടിയെക്കുറിച്ചോ അല്ല, ഇത് ജനങ്ങളെക്കുറിച്ചാണ്, അവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോ നമ്മൾ ഈ ഒരു വിശകലനത്തില് 5 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നോക്കും. പിന്നെ ഡാറ്റ നമ്മളോട് പറയുന്ന പ്രധാന സിഗ്നലുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നിലെ കാരണങ്ങൾ അത് നമ്മൾ കീറിമുറിച്ച് പരിശോധിക്കും. പിന്നെ ജനങ്ങളുടെ അതൃപ്തിക്ക് പിന്നിലെ 5 പ്രധാനപ്പെട്ട മൂലകാരണങ്ങളും കണ്ടെത്തും. അവസാനം ഇതെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു ഭരണത്തിനുള്ളൊരു ബ്ലൂ പ്രിന്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഒന്നാമത്തെ ഭാഗം, മണ്ണിന്റെ സ്പന്ദനം. മണ്ണാർക്കാട്ടെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ്, അവർ ഓരോ ദിവസവും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് വിശദമായിട്ട് നോക്കാം. നോക്കൂ, മണ്ണാർക്കാടിന് ശരിക്കും പറഞ്ഞാൽ 2 മുഖങ്ങളുണ്ട്, 2 വ്യത്യസ്തമായ ലോകങ്ങൾ. ഒന്ന്, അതിന്റെ വാണിജ്യ കേന്ദ്രമായ മണ്ണാർക്കാട് ടൗൺ. അവിടെയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ആശുപത്രി സൗകര്യങ്ങളുടെ കുറവ്, നഗരവൽക്കരണത്തിന്റെ ഭാഗമായുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ. ഇനി മറുവശത്തേക്ക് നോക്കിയാലോ, അത് അട്ടപ്പാടിയിലെ മലയോര മേഖലകളാണ്. അവിടുത്തെ ആദിവാസി സഹോദരങ്ങൾ നേരിടുന്നത് അതിലും വലിയ പ്രശ്നങ്ങളാണ്. കുടിക്കാൻ വെള്ളമില്ല, റോഡുകളില്ല, പുറംലോകവുമായി വലിയ ബന്ധമില്ലാത്തൊരവസ്ഥ. ഈ 2 ലോകങ്ങൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അപ്പോ ഒരു നേതാവിന് ഈ 2 യാഥാർത്ഥ്യങ്ങളെയും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോ എന്തൊക്കെയാണ് ജനങ്ങളുടെ യഥാർത്ഥ ദൈനംദിന പ്രശ്നങ്ങൾ? ഒന്നാമത്തേത് അട്ടപ്പാടിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. പിന്നെ സാധനങ്ങളുടെ വിലക്കയറ്റം. ഭക്ഷണത്തിനും പെട്രോളിനും ഡീസലിനുമൊക്കെ വില കൂടുമ്പോൾ സാധാരണക്കാരന് നടുവൊടിയുകയാണ്. ഗൾഫിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികളില്ലേ, അവരിൽ ഏകദേശം 70% പേർക്ക് ഇന്ന് ജോലിയൊന്നുമില്ല. കർഷകരുടെ കാര്യം അതിലും കഷ്ടമാണ്. വന്യമൃഗങ്ങൾ വന്ന് കൃഷിയൊക്കെ നശിപ്പിക്കുന്നു. ഇതിന്റെയൊക്കെ കൂടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും. ഇതൊന്നും വെറും പരാതികളല്ല, പരിഹാരം കാത്തുമടുത്ത ജീവിത പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 2ാം ഭാഗത്തേക്ക് കടക്കാം. ഡേറ്റ നമ്മളോട് എന്താണ് പറയുന്നത്? രാഷ്ട്രീയ ബഹളങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തി സംഖ്യകളിലേക്ക് മാത്രം നോക്കുമ്പോൾ വളരെ വ്യക്തമായ 3 സിഗ്നലുകളാണ് നമുക്ക് കിട്ടുന്നത്. ദാ ഈ കാണുന്നതാണ് ആദ്യത്തെ സിഗ്നൽ. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുതന്നെ. നിലവിൽ ഭരിക്കുന്ന UDFന്റെ ഭൂരിപക്ഷം പകുതിയായി കുറഞ്ഞിരിക്കുന്നു. 2016 ഏകദേശം 12,000 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നത് 2021 വെറും 5,900 കുറഞ്ഞു. ഇത് വെറുമൊരു കണക്കല്ല, ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു നേരിയ കാറ്റല്ല, ഒരു കൊടുങ്കാറ്റിന്റെ സൂചനയാണിത്. 2ാമത്തെ സിഗ്നൽ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ടർമാരുടെ പ്രധാന പ്രശ്നം രാഷ്ട്രീയ പാർട്ടികളുടെ ഐഡിയോളജിയല്ല, മറിച്ച് ഡെലിവറിയാണ്. അതായത് ഭരണം അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നതാണ്. അഗളിയിൽ കുടിവെള്ളവും കരണ്ടുമില്ലാത്തതു മുതൽ ആലനെല്ലൂരിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതുവരെ പ്രശ്നങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചാണ്. എന്റെ ജീവിതത്തിൽ എന്തു മാറ്റം വന്നു? ഇതാണ് ഓരോ വോട്ടറും ചോദിക്കുന്നത്. 3ാമത്തെ സിഗ്നൽ, ഇത് ഒരുപക്ഷെ എല്ലാ വീടുകളിലും അനുഭവിക്കുന്ന ഒന്നാണ്. അടുക്കളയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് വോട്ടിന്റെ സാമ്പത്തിക ശാസ്ത്രം. വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു അദൃശ്യനായ എതിരാളിയാണ്. ഒരു നേതാവിന്റെ പ്രസംഗത്തിനും തകർക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കാൻ വിലക്കയറ്റത്തിന് സാധിക്കും. ഗ്യാസ് സിലിണ്ടറിന് വില കൂടുമ്പോൾ, പച്ചക്കറിക്ക് വില കൂടുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഭരണകൂടത്തിന്റെ വിലയിടിയുകയാണ്. ശരി, അപ്പോ സിഗ്നലുകൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു അനാറ്റമി, ഒരു കീറിമുറിക്കൽ. ഇവിടുത്തെ ജനവിഭാഗങ്ങൾ, അവരുടെ വോട്ടിംഗ് ചരിത്രം, ഭരണ സംവിധാനങ്ങൾ, ഇതെല്ലാം നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. മണ്ണാർക്കാടിന്റെ ഒരു സാമൂഹിക ഘടന നോക്കൂ, വളരെ സവിശേഷമാണ്. ഏകദേശം 46.4% ഹിന്ദുക്കളും 45.2% മുസ്ലിംസും. അതായത് 2 സമുദായങ്ങളും എണ്ണത്തിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ്. രാഷ്ട്രീയമായി ഇത് വളരെ സെൻസിറ്റീവായൊരു കാര്യമാണ്.
ഇതിനു പുറമെ 8.2% ക്രിസ്ത്യാനികളും പിന്നെ 17% വരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരും. ഈയൊരു സോഷ്യൽ ബാലൻസിൽ വരുന്ന ഒരു ചെറിയൊരു മാറ്റം പോലും തിരഞ്ഞെടുപ്പ് ഫലത്തെ അപ്പാടെ മാറ്റിമറിക്കും. ഇനി ഈ കണക്ക് നോക്കൂ. മണ്ണാർക്കാട്ടെ സാക്ഷരതാ നിരക്ക് 89% മുകളിലാണ്. അതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പിനും വളരെ ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇവിടെ കാണുന്നത്. ഏകദേശം 72 മുതൽ 78% വരെ. ഇതിന്റെ അർത്ഥമെന്താണ്? ഇവിടുത്തെ വോട്ടർമാർ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുന്നവരും തങ്ങളുടെ അഭിപ്രായം വോട്ടിലൂടെ രേഖപ്പെടുത്താൻ ഉറച്ച തീരുമാനമുള്ളവരുമാണ്. അവരെ കേൾക്കാതെ, അവരെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ഷെയർ നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. UDFന്റെ വോട്ട് വിഹിതം തുടർച്ചയായി താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2011 49.7% ഉണ്ടായിരുന്നത് 2021 47.1% കുറഞ്ഞു. അതേസമയം LDFന്റെ വോട്ട് ഷെയർ പതിയെ മുകളിലേക്ക് വരുന്നു, 42.8% നിന്നും 43.3%. അതായത് രണ്ട് മുന്നണികളും തമ്മിലുള്ള ആ ഗ്യാപ്പ് അത് കുറഞ്ഞു വരികയാണ്. ഇതൊരു ട്രെൻഡാണ്, ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഈ കണക്കുകളുടെ എല്ലാം ഇടയിൽ നമ്മൾ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന തത്വമോർക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നതെന്താണ്? ഉത്തരവാദിത്വമുള്ള, അറിവുള്ള ഒരു പൊതുസമൂഹത്തെയാണ്. അവിടെ ഓരോ ശബ്ദവും, അത് എത്ര ചെറുതാണെങ്കിൽ പോലും, അന്തസ്സോടെ കേൾക്കപ്പെടണം. അപ്പോഴാണ് ജനാധിപത്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലെത്തുന്നത്. ഇനി നിലവിലെ ഭരണത്തിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയാലോ? ക്ഷേമപദ്ധതികൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ അവർക്ക് തരക്കേടില്ലാത്ത മാർക്ക് കൊടുക്കാം. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം വരുമ്പോൾ റോഡ്, വെള്ളം, അവിടെ സ്കോർ വളരെ കുറവാണ്. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന കാര്യത്തിലും ഒരു ശരാശരി പ്രകടനം മാത്രം. ഇതിന്റെ അർത്ഥമെന്താണ്? പ്രഖ്യാപനങ്ങളും ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യവും തമ്മിൽ ഒരു വലിയ വിടവുണ്ട്. ജനങ്ങൾ ആ വിടവ് കൃത്യമായി കാണുന്നുണ്ട്. അപ്പോ ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു ഫോറൻസിക് അനാലിസിസ്. കഴിഞ്ഞ 10 വർഷമായി മണ്ണാർക്കാടിന്റെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, ജനങ്ങൾക്ക് ഉള്ളിലുള്ള അതൃപ്തിയുടെ ആഴത്തിലുള്ള 5 അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ 5 പ്രധാനപ്പെട്ട ഡ്രൈവറുകൾ ഇവയാണ്. 1. ജാതി സമവാക്യങ്ങളിലെ മാറ്റം. അതായത് പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ നിന്ന് വോട്ടുകൾ ചോർന്നുപോകുന്നു. 2. വിലക്കയറ്റം. സാധാരണക്കാരന്റെ കുടുംബ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന വിലക്കയറ്റം. 3. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയവരുടെ പ്രശ്നങ്ങൾ. ജോലിയില്ലായ്മ, സാമ്പത്തിക സമ്മർദ്ദം. 4. ക്ഷേമപദ്ധതികൾ കിട്ടി മടുത്തതല്ല, മറിച്ച് പുതിയ പ്രതീക്ഷകളില്ലാത്തതിലുള്ള ഒരു തരം മടുപ്പ്. 5. വർഷങ്ങളായിട്ടും പരിഹരിക്കാൻ പറ്റാത്ത വന്യമൃഗ മനുഷ്യ സംഘർഷം. ഇവയോരോന്നും വെവ്വേറെയല്ല, എല്ലാം കൂടിച്ചേർന്നാണ് ജനങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിച്ചു. രോഗനിർണയം കഴിഞ്ഞു. ഇനി ചികിത്സയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ഡാറ്റയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഭരണസംവിധാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നതിനുള്ള ഒരു ബ്ലൂ പ്രിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ജനങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ വിശ്വാസം തിരിച്ചുപിടിക്കാൻ പ്രസംഗങ്ങൾ പോരാ, പ്രവൃത്തികളാണ് വേണ്ടത്. അതിനായി 3 സിഗ്നേച്ചർ പ്രൊജക്ടുകൾക്ക് മുൻഗണന നൽകണം. 1. ജലം. അട്ടപ്പാടിയിലെ ഓരോ വീട്ടിലും ശുദ്ധജലം എത്തിക്കുന്ന ഒരു സമർപ്പിത പൈപ്പ് ലൈൻ പദ്ധതി. 2. ആരോഗ്യം. താലൂക്ക് ആശുപത്രികൾ നവീകരിക്കണം, പുതിയ ഉപകരണങ്ങൾ, കൂടുതൽ ഡോക്ടർമാർ. 3. തൊഴിൽ. ചെറുപ്പക്കാർക്കും ഗൾഫിൽ നിന്ന് വന്നവർക്കുമായിട്ട് വ്യക്തമായ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ പദ്ധതി. വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, സമയബന്ധിതമായി പൂർത്തിയാക്കണം. ഈ പ്രോജക്റ്റുകൾ മാത്രം പോരാ. അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുപിടിക്കണം. യുവാക്കൾക്കുവേണ്ടി സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, സ്ത്രീകൾക്ക് സുരക്ഷയും ആരോഗ്യവും സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരങ്ങളും, കർഷകർക്ക് കൃഷിനാശത്തിന് സഹായവും ഉൽപ്പന്നങ്ങൾക്ക് ന്യായവിലയും. ഓരോ സമുദായത്തിന്റെയും പ്രത്യേക പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണം, അതാണ് വേണ്ടത്. അപ്പോ ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആധുനിക കാലത്തെ ഭരണത്തിന്റെ ഒരു പ്രധാന ഉത്തരവാദിത്വം നമ്മൾ മറക്കാൻ പാടില്ല. ഇന്ത്യയുടെ ഡേറ്റാ സംരക്ഷണ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. ഏതൊരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെയും അതീവ ശ്രദ്ധയോടെയും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഒരു സുതാര്യതയാണ് ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറ. അപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിലാണ്. മണ്ണാർക്കാട് ഒരു വഴിത്തിരിവിലാണ്. ആ കുറഞ്ഞുവരുന്ന ഭൂരിപക്ഷം അതൊരു ഭീഷണിയായി കാണരുത്. അത് ജനങ്ങൾ തരുന്ന ഒരു മെസ്സേജാണ്. അവർക്ക് മാറ്റം വേണം. വികസനം കടലാസിൽ പോരാ, ജീവിതത്തിൽ വേണം
എന്ന സന്ദേശം. ഇനി വരാൻ പോകുന്ന നേതാവ് ഈ ശബ്ദം കേൾക്കുമോ, ജനങ്ങളുടെ ഹൃദയമിടി പറയുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളെ കേൾക്കുന്ന ഒരു നേതാവിന് ഒരു നല്ല ഭാവിക്കായി ജനവിധി നേടാൻ സാധിക്കും. എല്ലാ കുടുംബത്തിനും ശുദ്ധമായ വെള്ളം, എല്ലാ ചെറുപ്പക്കാർക്കും അന്തസ്സുള്ള ഒരു ജോലി, എല്ലാ സമൂഹത്തിനും തങ്ങളെയും പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നല്. അങ്ങനെ ഒരു ഭാവിയാണ് മണ്ണാർക്കാട് സ്വപ്നം കാണുന്നത്. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനെക്കുറിച്ചല്ല, ഭരിക്കാനുള്ള യഥാർത്ഥ അവകാശം ജനഹൃദയങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതിനെക്കുറിച്ചാണ്. If you want to become a people-centric leader and uplift your constituency, get in touch with blueprintstrategies.ai at mgr@blueprintstrategies.ai or call 080-420-41602. Purpose beyond politics.